ഒരു ചലഞ്ചായിട്ട് വന്നേക്കാണ്. നമ്മളൊരു ബുക്ക് എടുത്തെടുത്തിട്ട് ഒരു സ്റ്റാൻസ് എങ്കിലും ഓരോരുത്തരെ കൊണ്ട് വായിപ്പിക്കും. നമ്മ വായിക്കാമേ. രാജാവ് ചെങ്കൂട്ടുവന്റെ ഇളയ സഹോദരനായിരുന്നു ഇളങ്കോ അടികൾ. ഇത്രയും പ്രശ്നമുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ട്. അപ്പം അമ്മ ഇത്ര വായിച്ചാൽ മതി. അമ്മയ്ക്ക് അത്യാവശ്യം വായിക്കാൻ അറിയാം. പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് ഓടിയെത്തിയത്. ഇളങ്കോ അടികൾ തലയുയർത്തി അവരെ നോക്കി. ഒട്ടും പരിഷ്കാരമില്ലാതെ അവരെന്നെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് എന്റെ അച്ഛനെ വേണം. അറിയാം. ഇനി ദീപ് ഡോക്ടർ. പെട്ടെന്നാണ് ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് ഓടിയെത്തിയത്. ഇളങ്കോവടികൾ തലയുയർത്തി അവരെ നോക്കി. ഒട്ടും പരിഷ്കൃതരല്ല. ഡോക്ടർ അത്യാവശ്യം വായിക്കുന്നുണ്ട്. ഇതാണ്ട് അവൻ പോകുന്നു. ഇല്ല, നീ ഒരു സ്റ്റാൻസ് വായിച്ചാ മതി. ഇച്ചിരി വായിച്ചാ മതിയടാ. ഇല്ല, പിന്നെ ഒന്നും ആരും കളിയാക്കത്തില്ല. എല്ലാവർക്കും ഒന്നും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ ഡാർലിംഗ്. എല്ലാവരുടെ ശ്രദ്ധ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. വേഗം പറയൂ. ഇളങ്കോ അടികൾ ഒന്ന് ഇളകിയിരുന്നു. അത്രയും പറയും. ഇച്ചിരി കൂടെ. ഇത് ശരിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വായിക്കാതെ നമുക്ക് അറിയത്തില്ല. അതിനല്ലേ കറക്റ്റ്. അത്രയ്ക്ക് മോശമാക്കണേ. ഞങ്ങൾ മലയാളം പഠിച്ച് പഠിച്ച പിള്ളേരാ. അത്രേ ഉള്ളേ. കണ്ണിന്റെ ചെറിയൊരു പ്രശ്നം കാണാൻ ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്. അതിപ്പോ ഇനി അത് മുൻകൂർ ജന്മയാണ്. മാനിനെ പേരെടുത്ത് കാന്ത് കാവേരി പൂവട്ടത്തിനിടെ കോവലിന്റെയും ഭാര്യ കണ്ണകിയുടെയും കഥയാണിത്. ദുരന്ത കഥയാണെങ്കിലും ഏറ്റവും ഒടുവിൽ ഇതിനെക്കാട്ടും നന്നായിട്ട് എന്റെ കുഞ്ഞ് വായിക്കും. ഉത്തരവാദി കണ്ണിന്റെ ഇതുകൊണ്ടല്ലേ എടി. ഇല്ലെങ്കിൽ ഒരു വിഷയമില്ല. എന്റെ അച്ഛൻ നന്നായിട്ട് വായിക്കുന്നതായിരുന്നു പണ്ട്. വശ്യമായ നൃത്തം കോവലനെ മാധവിയുടെ വശ്യമായ നൃത്തം കോവലനെ മാത്രം സന്തോഷിപ്പിച്ചില്ല, തന്നെ മാത്രം കാമുകിയായി. വന്നിരിക്കുന്നു നമ്മുടെ താരം. പിന്നെയും തലേദിവസം കറക്റ്റ് ഉറപ്പിന്റെ തലേദിവസം വന്നിട്ടുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിയേക്കാണ് എന്നെ കാണുകരുതെന്നും പറഞ്ഞോണ്ട്. കഷ്ടം, പാവം. അനീഷേട്ടന്റെ എക്സ് ഒക്കെ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ നേരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. ഫക്രു 10D.